ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ എപ്പോഴും സുരക്ഷിതമായിട്ടാണ് കൊണ്ടു നടക്കുക. പക്ഷേ നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മൊബൈൽ നോക്കുന്ന സമയത്ത് കാണാം അതിൽ ചില ഐക്കൺസ് ഒന്നും കാണുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഗൂഗിൾ പേ നമുക്ക് കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫോൺ പേ കാണാതെ പോകും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതിന്റെ ഐക്കൺ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ആയി പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ മാറി കിടക്കുന്നുണ്ടാവും. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ കൊടുക്കുമ്പോൾ സമയത്ത് അവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അത് പലർക്കും അറിയാത്തതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഫോണിൽ ഞാൻ കാണിച്ചിരുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ഫോണിൽ ചെയ്തു വെക്കുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മൾ മൊബൈൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫോണിലുള്ള പല ഐക്കൺസുകൾ, ഓരോരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ഐക്കൺസ്. ഇപ്പൊ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ബാങ്കിങ് ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ പല കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ആരുടെയും കയ്യിൽ, നമ്മുടെ കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കയ്യിലോ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനം കാണുന്നുണ്ടാവില്ല. അതായത് ഡിലീറ്റ് ആയി പോവുക, അല്ലെങ്കിൽ നമ്മൾ വെച്ച പൊസിഷനിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി ഒരു മാർഗ്ഗമുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹോം സ്ക്രീനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബ്ലാങ്ക് സ്പേസ് നോക്കുക, ഒരു ഒഴിഞ്ഞ ഭാഗം നോക്കിയിട്ട് അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. വിഡ്ജറ്റ്സ് ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണുന്നില്ലേ? അവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ഒരു ഗിയർ ഐക്കണും കാണുന്നില്ലേ? ഒരു ഗിയർ ഐക്കൺ കാണുന്നില്ലേ? അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ലോക്ക് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ? ലോക്ക് ഹോം സ്ക്രീൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആ ഹോം സ്ക്രീൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ, ഞാൻ ലാസ്റ്റ് കാണിച്ചാൽ, നിങ്ങളുടെ ഫോൺ ആരുടെ അടുത്ത് കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും അവര് എന്ത് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലോഗോയും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ഐക്കണും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലേ? അഥവാ ഡിലീറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ എന്താ കാണിക്കുന്നത്? ഹോം സ്ക്രീൻ എന്താക്കിയിട്ടുണ്ട്? ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്.